ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram. എടയൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വാർഡിന്റെ വികസനത്തിനും മറ്റുള്ള സഹായ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളെ മുന്നിൽ നിന്നിട്ട് അതിനുള്ള മുന്നിൽ ഉണ്ടാവുന്ന മാത്രം. പൂക്കാട്ടിരി എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് UDF കൺവെൻഷൻ പൂക്കാട്ടിരി വില്ലേജ് പടിയിൽ ചേർന്നു. കൺവെൻഷനിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ കലമ്പൻ നൌഫലിനെ പ്രഖ്യാപിച്ചു. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വള്ളുരാൻ സൈനുദ്ദീനാണ് പ്രഖ്യാപനം നടത്തിയത്. മുൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിലും നിലവിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറിയായും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യവുമാണ് UDF സ്ഥാനാർത്ഥിയെന്ന് യോഗം വിലയിരുത്തി. UDF നേതാക്കളായ AK മുസ്തഫ, മൊയ്തു എടയൂർ, KP വേലായുധൻ, ഷഹ്നാസ് പാലക്കൽ, ഷെരീഫ് മാസ്റ്റർ, വീക്ഷണം അസീസ്, ഷാഫി വള്ളൂരാൻ, റഷീദ് കീഴ്ശ്ശേരി, രാജ്കുമാർ, സ്ഥാനാർത്ഥി നൌഫൽ എന്നിവർ കൺവെൻഷനിൽ സംസാരിച്ചു. അൻവർ ബാബു സ്വാഗതവും സുധീഷ് PT നന്ദിയും പറഞ്ഞു. വളരെ കാലമായി മുസ്ലിം ലീഗിന്റെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും അതേപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നിലവിലുള്ള ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള മുൻ മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായിട്ടുള്ള നമ്മുടെ പ്രദേശത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലമ്പൻ പള്ളിയാറ്റി ഹംസ എന്ന് പറയുന്ന ആളുടെ മകൻ നൗഫൽ ഈ വരാൻ പോകുന്ന ഏകദേശം ഒരു മാസക്കാലം നിങ്ങളുടെ കൂടെ കൂടെ ഉണ്ടാവുക. തുടർന്ന് നമ്മുടെ ഒരു വാർഡിന്റെ വികസനത്തിനും മറ്റുള്ള സഹായ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളെ മുന്നിൽ നിന്നിട്ട് അതിനുള്ള മുന്നിൽ ഉണ്ടാവുന്ന മാത്രം പറഞ്ഞുകൊണ്ട് ഇത് തുടർന്നുള്ള നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുക. പങ്കെടുത്തവർക്കാണ് ഇതുവരെ കഴിച്ചില്ല. ഏതായാലും നമ്മുടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിലെത്തി നിൽക്കുന്ന ഈ സമയത്താണ് UDF സംവിധാനത്തില് എടയൂർ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ 11-ാം വാർഡ് UDFന്റെ ചർച്ചയുടെ ഫലമായിട്ട് മുസ്ലിം ലീഗ് നാം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ പൂക്കാട്ടിൽ മേഖലയുടെ പ്രത്യേക സാഹചര്യം കഴിഞ്ഞ 2 ടേമിൽ നമ്മുടെ കൂടെ ഈ വർഷം നമ്മൾ കൂടെ ഇല്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം.